ആശാനെ ബ്രേക്ക് ഡാൻസ് സൂപ്പർ. എടാ മരപ്പൊട്ട, ഇത് തിരുവാതിരയാ. അങ്ങനെയും പറയാം. അതെ, കിളകളൊക്കെ എടുത്തിരുന്നെങ്കിൽ കാണുന്നുള്ള ചന്തമൊക്കെ ഉണ്ടല്ലോ. എടാ ഇതാണ് ഇപ്പോഴത്തെ നാട്ടിലെ ഫാഷൻ. നാട് മൊത്തം തിരുവാതിരയോട് തിരുവാതിര സപ്താഹമാ. അവന് വേറെ ആരും കിട്ടിക്കാണൂല അതെ. നാട്ടുകാരെ പറ്റി. എല്ലാ കീടങ്ങളും എത്തിയിട്ടുണ്ടല്ലോ. കണ്ട കണ്ട് കണ്ട് രസിക്കും. മഴ പെയ്യാതിരുന്ന കൊള്ളാം. മഴ വരും പോകും. നീയേ എന്റെ ഒരു റേഞ്ച് കണ്ട് മനസ്സിലാക്കി. അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറൂലേ. കൈതപ്പുറം വരൂ. പിന്നെ വരാതിരിക്കോ? അല്ല, അവസാനം എന്നെ വിളിച്ചേക്കരുത്. താടിയുമുണ്ട് മുടിയുമുണ്ട്. ഇനി ഞാൻ മതിയോ? നീ കഴുതപ്പുറല്ലേ, കണ്ട പിച്ചക്കാരനെ പോലെ ഉണ്ട്. നീ സ്വയം പുറത്താട മോനെ. ആശാനെ വയലുണ്ടാകല്ലേ ചകരെ. എനിക്ക് നിനക്കിട്ട് രണ്ടെണ്ണം പൊട്ടിച്ചില്ലെങ്കിൽ ഒരു സമാധാനം ഇല്ലടാ. നീയൊന്നും നന്നാവൂലടാ ഷെയ്ത്താനെ. ഉമ്മാന്റെ പാല് വേസ്റ്റ്. ആ സമയത്ത് വല്ല മേലുമേ മേടിച്ചു കുടിച്ചാ മതി. അങ്ങനാണെങ്കിൽ നിനക്ക് എന്റെ പള്ളക്കിട്ട് ചവിട്ടാൻ പറ്റില്ലല്ലോ അല്ലേ? നിന്റെ തിരുവാതിര സൂപ്പർ. എവിടുന്ന് പെയിന്റ് അടിച്ചു കൊണ്ടുവന്നാ ഈ തൈക്കളവികളെ? നീ പോടാ വാൽമാക്രി. വാൽമാക്രിയാ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ചക്കരെ, എനിക്കൊരു ആഗ്രഹം. എന്താടാ? ഒരു സെൽഫി. അതിനെന്താടാ, നമുക്കിപ്പൊ തന്നെ എടുത്തു കളയാം. നിന്റെ കൂടെയാ. വീട്ടിൽ പോയി എന്റെ പട്ടയെ പറഞ്ഞു വിടാം. നിന്റെ പട്ടിക്ക് നിന്നെക്കാളും ബോധമുണ്ടാവും, മനസ്സിലായോ? പിന്നൊരു കാര്യം, ഇവിടെ കടന്ന് അലമ്പുണ്ടാക്കാൻ നിന്നാ ആയിക്കോട്ടെ സാർ. അവിടെ കളിക്കട്ടെ, നമുക്ക് ഇവിടെ കളിക്കാം. നമുക്ക് ഇവിടെ കളിക്കാം. നമസ്കാരം. നല്ല ഫോമിലാണല്ലോ എല്ലാരും. മധ്യമാവധി രാഗത്തിൽ ചെറിയൊരു കീർത്തനം. ചേട്ടാ, ഒരു സെൽഫി. ആയിക്കോട്ടെ, സെൽഫിയുടെ കാലാണല്ലോ. ഞാൻ ഇവിടെ തൽക്കാലം മതി. സാറേ, നമുക്ക് പൊളിച്ചെടുക്കണം. അത് ഞാൻ ഏറ്റു. പക്ഷേ ഈ ശീലം അത്ര നല്ലതല്ല. ഏത് സെൽഫി എടുക്കുന്നോ? ഓ, ഉപദേശം. ഞാൻ നിർത്തി. ഇന്നിനി തീരെ വയ്യ. വേണ്ട, നന്നല്ല. വരണം വരണം. ഒന്ന് മാറി. ഓ, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ജീവിതത്തിൽ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള സ്നേഹം, അമ്മയ്ക്ക് മകനോടുള്ള സ്നേഹം, അമ്മയ്ക്ക് മകളോടുള്ള സ്നേഹം. അത് കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടടുത്ത തലമുറ വരുമ്പോൾ അച്ചമ്മ അല്ലെങ്കിൽ മുത്തശ്ശി, അവർക്ക് കുട്ടികളോടുള്ള സ്നേഹം. ഈ സ്നേഹം കണ്ടു വളർന്ന ഒരു തലമുറയാണ് നമ്മുടേത്. അതെപ്പോഴാണോ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുന്നത്, അപ്പോഴും നമ്മളില്ലാണ്ടാവുന്നു എന്നുള്ളതാണ് സത്യം. പണ്ട് എൻ്റെ കാലത്തൊക്കെയുള്ള കുട്ടിക്കാലം എന്ന് പറയുന്നത്, എൻ്റെ ഒരു ഇല്ലത്ത് ഒരു 10-40 അംഗങ്ങളുള്ള ഒരു ഫാമിലിയിൽ ജനിച്ച ഒരാളാണ് ഞാൻ. അപ്പം അന്ന് കണ്ട കുട്ടിക്കാലമൊന്നും ഇന്നില്ല. കയ്യെത്തും ദൂരെ ഒരു കുട്ടിക്കാലം, മഴവെള്ളം പോലെ ഒരു കുട്ടിക്കാലം, ആടിക്കാറ്റായി ഓ പായും പ്രായം. നമുക്കൊന്നും ഇവിടെ ചോദിക്കാനും പറയാൻ ആരും ഇല്ലല്ലോടാ. ഹെട്ടിന്റെ പണി കിട്ടിയെന്ന് പറഞ്ഞാ മതി. തുറക്കും വിചാരിച്ച് കാത്തിരുന്നത് മിച്ചം. ശ്രീകുട്ടാ, ഇനി എന്ത് ചെയ്യോടാ? പെട്ടെന്ന് വണ്ടി കിട്ടോ. എങ്ങോട്ട്? ഇവിടെ ഈ ഏരിയയിലൊന്നും സാധനം കിട്ടാനില്ല. എവിടെ ആയാലും പോകും. നമ്മളോടാണ് കളി. എന്നെങ്കിലും എല്ലാം ശരിയാവുമായിരിക്കും. ആ വാക്ക് നീ മിണ്ടരുത്. എല്ലാം ശരിയാവും പോലും. എപ്പോ ശരിയാവൂടാ? നമ്മള് ശശി. എനിക്കിപ്പോ സാധനം വേണം. എവിടെ ചെന്ന് മേടിക്കുന്ന കാര്യം പറഞ്ഞു. നേരെ മംഗലാരത്തിൽ സൂസിനെ വീട്ടിൽ നോക്കാം. വാ, നോക്കാം. മദ്യം
മദ്യം തന്നെയാണ് പ്രധാന വിഷയം. ശക്തമായ ജനകീയ പ്രക്ഷോഭണം നേരിടേണ്ടി വരും. ഈ പഞ്ചായത്തിൽ മദ്യവിൽപ്പനശാല തുടങ്ങിയാൽ ഞങ്ങളത് പൂട്ടിക്കും, ഉറപ്പാണ്. അല്ലെങ്കിലും പൂട്ടിച്ച ചരിത്രം മാത്രമല്ലേ നിങ്ങൾക്ക് പറയാനുള്ളൂ. മണിക്കൂറുകളോളം യാത്ര ചെയ്താണ് ഇപ്പോൾ ആൾക്കാർ മദ്യം വാങ്ങുന്നത്. കൂടാതെ ഒരുപാട് സമയം ക്യൂ നിൽക്കേണ്ടുന്ന ഗതികേട് വേറെ. എന്തിനാ ഇത്ര കഷ്ടപ്പെട്ട് കുടിക്കുന്നത്? കുടിക്കായിരുന്നപ്പോ ഞങ്ങൾ ശക്തമായിട്ട് ഇതിനെ തടയും. ഉള്ള കാര്യം പറഞ്ഞത്. രാവിലെ ഇടുന്ന് പോയാല് വൈകുന്നേരം വന്നാലായി. കഷ്ടം തന്നെ. ആ, ഒരു സമവായം ഉണ്ടാക്കി ഇവിടുത്തെ മദ്യഷാപ്പുകൾ തുറന്നു പ്രവർത്തിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കണം. ഇവിടെ തുടങ്ങാൻ ഞങ്ങൾ സമ്മതിക്കില്ല. 400ഓളം കുടുംബങ്ങളാണ് ഇവിടെ ഉള്ളത്. അതിൽ ഭൂരിഭാഗവും തൊഴിലാളികളും. അവർ തൊഴിൽ ചെയ്യാതെ ഇവിടം വിട്ടു പോവുകയാണ്. അത് നമ്മുടെ കുടുംബങ്ങളെ ബാധിക്കുന്നുണ്ട്. എന്തൊക്കെ ന്യായം പറഞ്ഞാലും ഇതൊന്നും ഈ പഞ്ചായത്തിൽ നടക്കൂല. അനധികൃത മദ്യവിൽപ്പനയും വാറ്റും പല സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട്. ഇതിനൊരു ശാശ്വത പരിഹാരം കണ്ടേ തീരും. അതുകൊള്ളാം. എന്നാ പിന്നെ നമുക്ക് പ്രസിഡന്റ് വീടിന്റെ വാതൊക്കെ തന്നെ തുടങ്ങിയാലോ? എന്താ പ്രസിഡന്റ്? അത് പിന്നെ സമ്മതിക്കൂല. ഈ ഹോം സ്റ്റേകളും റിസോർട്ടുകളും വളരെ നല്ല രീതിയിൽ മദ്യത്തിനും മയക്കുമരുന്നിനും പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്, അറിയാമോ? ടൂറിസം വളരണമെങ്കിൽ ഇതൊക്കെ വേണം. പിന്നെ തീർത്ഥാടനത്തിനൊന്നല്ലോ അവരിവിടെ വരുന്നത്. ഈ ചർച്ച ഞങ്ങൾ ഇവിടെ ബഹിഷ്കരിക്കുകയാണ്. ഇപ്പൊ ബഹിഷ്കരിക്കും. രാത്രിയായ സാധനം തപ്പി നടക്കും. എവിടുത്തെ ന്യായാടോ? വെറുതെ പല്ലിന്റെ ഇടയിൽ കുത്തി മണപ്പിക്കല്ലേ. ആരാണ് തപ്പി നടക്കുന്നതൊക്കെ ഞാൻ ഇപ്പൊ പറയുന്നില്ല. പറഞ്ഞിട്ട് പോയാ മതി നേതാവേ, എല്ലാരും അറിയട്ടെ. റേഷനരി അത് കണ്ടിട്ട് തന്നെ കുറെ കാലമായി. വീട്ടു പഠിക്കൽ കൊണ്ട് തരാമെന്ന് പറഞ്ഞ പെൻഷൻ അതും ഗോവിന്ദ. ആ, ഇപ്പൊ സ്വന്തം പല്ലിൽ കുത്തി നാരിക്കുന്ന ആരാ? ഞങ്ങൾ ആരോടും ഒന്നും ശരിയാക്കാമെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ഈ ചർച്ച ബഹിഷ്കരിക്കുന്നു. അല്ല, സംസാരിക്കാൻ അവസരം തരൂ പ്ലീസ്. കേരളം നേരിടുന്ന ഏറ്റവും വലിയൊരു ഗുരുതരമായ പ്രശ്നമാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ മദ്യത്തിന്റെ പ്രശ്നം പരിഹരിക്കാൻ നമുക്ക് മാർഗങ്ങളുണ്ട്, ഇല്ല എന്നല്ല. നമ്മൾ ശ്രദ്ധിക്കണം. നമുക്ക് ഒരു ഹർത്താൽ. എന്തിന്റെ കട? എന്റെ ദൈവമേ, എടോ ഈ ഹർത്താൽ എന്ന് കേൾക്കുമ്പോ നിങ്ങൾക്ക് ഇത്ര ചൊറിച്ചിലെന്താ? സത്യം പറയാലോ, ഒരു ഹർത്താൽ വരുമ്പോൾ ഈ പൊതുജനങ്ങൾക്കുണ്ടാകുന്ന മാനസികവും ശാരീരികവുമായ ഉന്മാദത്തെ കുറിച്ച് താങ്കൾക്കൊരു വിവരമില്ലാത്തതുകൊണ്ടാണ്. ഉദാഹരണത്തിന്, എനിക്ക് എന്തെങ്കിലും വീട്ടിൽ നിന്നും വായിക്ക് രുചിയായിട്ട് കിട്ടണമെങ്കിൽ അതിന് ഹർത്താൽ വരണം. മാസത്തില് 3-4 തവണ കിട്ടിക്കൊണ്ടിരുന്ന ഈ സന്തോഷം ഇപ്പൊ ലഭ്യമല്ല. കിട്ടിയാ കിട്ടി, ഇല്ലെങ്കിൽ ഇല്ല. നിരാശയായി പോയി. ഒരു കണക്കിന് പറഞ്ഞ അതും ശരിയാ. എല്ലാവരുടെയും ഗതി ഇതന്നല്ലേ? അത് തന്നെയല്ലേ. അതെങ്ങനെയാ? അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് ഇറങ്ങിയപ്പോ അടുക്കളയെല്ലാം പൂട്ടിയില്ലേ? എന്റെ തനി സ്വഭാവം നിനക്കറിയാലോ. നിന്റെ ചൊറ സ്വഭാവം ആർക്കണം നാറി അറിയാത്ത. ഹൈക്കമാൻഡിൽ തൊട്ടുള്ള കളിയൊന്നും വേണ്ട. കൂട്ടാ ഓനെ വിട്ടേക്ക്. അതൊരു സൈസ് ചൊറിയൻ തവളയുടെ കൂട്ടാ. അതൊന്നും നന്നാവൂല. നീ നാളെയും വരണം. നിനക്കോട്ട് 2 പെരുക്കിയില്ലെങ്കിലേ എനിക്ക് സമാധാനത്തിന് ഉറങ്ങാൻ പറ്റൂടാ. പോടാ, എനിക്ക് പാരയായിട്ടാ തണ്ടി. നീ ജനിച്ച തന്നെ. അതുകൊണ്ടല്ലടാ നിന്നെ തലോടി വിടുന്നത്. ഇല്ല, തടി കൊന്നേനെ ഞാൻ. ഈ അടി അരന്ന് മേടിക്കാൻ വന്നതാടാ. ഞാൻ ഇവിടെ ഇല്ല. നീ പോടാ. എന്റെ കൈ കൊണ്ടായിരിക്കൂടാ നിന്റെ എന്റർടൈൻമെന്റ്. ഡയലോഗ് ഒന്ന് മാറ്റിപ്പിടിയടേ. ഇത് തന്നെയല്ലടാ നീ 2 ദിവസം പറഞ്ഞ ആന്റെ മയ്യത്തെ എടുക്കും. അത്ര ഉള്ളോ? എന്റെ പൊന്നു പോയി ചാച്ചി ഉറങ്ങിക്കോ കേട്ടാ. എന്താടാ? അല്ല, അത് പിന്നെ തല ചൊറിഞ്ഞിട്ടൊന്നും കാര്യമില്ലടാ. എന്തൊക്കെയായിരുന്നു മദ്യം നാടിന് ആപത്ത്. പിന്നെ ഏതാണ്ടൊക്കെ നീ ഇനി മുതൽ ഓസിനടിക്കണ്ട. അതെ അതെ, എന്റെ പൊന്നുവൻ വിട്ടോ. നാളെ പോയി സമരം വിളിക്കണ്ടേ? 100 രൂപ ഷെയർ ചെയ്യണടാ. നിന്റെ ഒരു കോപം വേണ്ട. പോടാ. പറഞ്ഞു കേട്ടില്ലടാ. എനിക്ക് ദേഷ്യം വന്നാലുണ്ടല്ലോ. ഒന്ന് പോടാ. ഈ സ്ത്രീ കുട്ടപ്പന ഒരെണ്ണം കൊടുത്തേക്ക്. ഒന്നുമില്ലെങ്കിലും നമ്മുടെ മുത്തല്ലേ യോൻ. നാളെ മുതൽ ഈ പരട്ട ഒന്ന് ക്യൂല് നിന്നോളാം. എന്നെ കൊണ്ടൊന്നും പറ്റൂല. ഇവൻ അങ്ങനെ വിട്ടാ പറ്റൂലല്ലോ. വിളിയടാ വിളി. മദ്യം നമ്മുടെ സമ്പത്ത്. നമ്മുടെ നാട്ടിൽ മദ്യം വേണം. മദ്യം നമ്മുടെ സമ്പത്ത്. നമ്മുടെ നാട്ടിൽ മദ്യം വേണം. മദ്യം വേണം. മദ്യം വേണം. മദ്യം വേണം. നമ്മുടെ നാട്ടിൽ മദ്യം വേണം. പാതിരാത്രിയായിട്ടും ചെക്കന് വീട്ടിലേക്ക് എത്താനായിട്ടില്ല. എങ്ങനെ എവിടെയാ പോയി കിടക്കുന്നു? ആ, വരുന്നുണ്ട്. അന്തിമോന്തിക്ക് കയറി വന്നോളൂ.
എന്നാ പിന്നെ ഞാൻ പൊരക്കന്നെ കുത്തിയിരിക്കാം. അയന്നെയാ നല്ലത്. ആടിയിടും തെണ്ടി അടക്കൂലല്ല. ഈ നാട്ടിലെ നീറുന്ന പ്രശ്നങ്ങൾ എനിക്ക് കണ്ടില്ല എന്നടിക്കാൻ പറ്റുമോ? പറ്റൂ. ഛീ, നന്നായി നാറുന്നുണ്ട്. അപ്പൊ അതാ എന്റെ പ്രശ്നം. ഉപ്പ ദുബായ് കിടന്ന് കഷ്ടപ്പെടുന്നുണ്ടല്ല, ഉടനെ ഇജ്ജും കയറി പോയി കാണും. മദ്യഷാപ്പിനെതിരെ സമരം വിളിക്കാൻ ഉമ്മ പോവോ? വേണ്ട, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. നല്ലോണം മോന്തി വന്നിട്ട് ഓന്റെ വക. ഞാൻ കുടിച്ചിട്ടേ ഉമ്മ, ഉമ്മക്ക് തോന്നുന്നതാന്ന്. കള്ളം പറയാൻ പിന്നെ ഇന്ത്യ മോനെ കഴിച്ചിട്ടേ ഉള്ളൂ. അത് പിന്നെ ശ്രീകുട്ടനുമായിട്ടൊന്നും രസി അതിന്റെ എന്നിട്ട് എനക്ക് വല്ലതും പറ്റീനാ? ഞാനൊക്കെ ഓനിട്ട് 2 പൊട്ടിച്ചു. രണ്ടിനല്ലേലും കളി ഇച്ചിരി കൂടുന്നുണ്ട്. ഓനെ ശരിയാക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഇങ്ങനെയുണ്ടോ കുടിയാൻ? ഓനെ നല്ല ഉശിരുള്ള ചക്കനാ. അന്നെ പോലെ വെറും ചേമ്പും തണ്ട. ഉമ്മ എപ്പോ ഓന്റെ സൈഡാ. ഓനെ ഞമ്മള് പറ്റിട്ടില്ലാന്നേ ഉള്ളൂ. ഓ, ഇനി പ്രസവിക്കും കൂടി ചെയ്തിനെങ്കില് ഓനൊരു 1-ാം തരം പണി ഞാൻ കൊടുക്കണ്ടു. വെറുതെ 1-ാം തരം തല്ല് ഓന്റെ അടുത്ത് മേങ്ങിക്കൂട്ടണ്ട. എനിക്ക് നല്ല വിശപ്പുണ്ട്. പാവം, നമുക്ക് എന്തെങ്കിലും. എന്നെ എനക്കിപ്പൊ നല്ല. ഓനോടെല്ലാവർക്കും എന്താ ഒരു ഇത്. പോയി കിടന്നു ഉറങ്ങടി. പാതിരാത്രി വരെ അവളുടെ ഒരു പാടുത്ത ഒത്തിരി ഉണ്ടേട്ടാ. നീ പോയി കിടന്നോ, ഞാൻ രാവിലെ വിളിച്ചോളാം. ഏട്ടൻ വരുന്നവരെ പഠിക്കാന്ന് വെച്ചു. ഏട്ടൻ വല്ലതും കഴിച്ചോ? കൊറേ കള്ളു കുടിച്ച് നല്ല വിശപ്പ്. ആ പതിരാളി തള്ള ഉറങ്ങി. അകത്തുണ്ട്. ഇല്ലടാ ചെറുത്താനെ. അയ്യാ, ദേവയാനി കട്ട കലിപ്പിലാണല്ലോ. ഇന്ന് വോൾട്ടേജ് ഇത്തിരി കൂടുതലാ. അതെ അതെ, ചെലപ്പോ പവർ കട്ടിനും സാധ്യതയുണ്ട് മോനെ. തിന്നാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്ത് വെക്ക് ദേവയാനി. ഉണ്ടടാ, ഉണ്ട്, തിന്നാനുണ്ട്. നല്ല അമ്മിക്കല്ല് പുഴുങ്ങിയതുണ്ട്. എടുക്കട്ടെ എന്റെ മോന് 2 പുഴുങ്ങിക്കൊണ്ടുത്താ. പൊന്നുമോ വേല ചെയ്തോണ്ട് വന്ന് ഇവിടെ സമ്പാദിച്ചു കൂട്ടി വെച്ചിരിക്കല്ലേ തലതിരിഞ്ഞ സന്തതി. കൂടുതൽ തൊളറക്കല്ലോ, എന്നെ സ്വഭാവം മാറും. എടാ, തലതിരിഞ്ഞാലേ നിന്നെ ഞാൻ ശരിപ്പെടുത്തും കേട്ടല്ലോ. എന്റെ ദൈവമേ, നിങ്ങൾ നിന്ന് നിർത്തുന്നുണ്ടോ? ഇതൊരു നടക്ക് തീരുവടി. അമ്മേ, മൂക്കുമുട്ട വലിച്ചു കേട്ടിട്ട് വന്നിരിക്കുന്നു. ഈ വീട് മുടിയാനായിട്ട് പറഞ്ഞ സന്താനം. എന്റെ അമ്മ ഇതൊന്ന് നിർത്തുന്നുണ്ടോ? ഏട്ടൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നു കയറിയല്ലേ ഉള്ളൂ. പോടി. അതെ, പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞല്ലോ. ഈ ദേവയാനിയെ കൊണ്ട് വേദപുസ്തകം മൊത്തം വായിപ്പിക്കല്ലേ. ദേവയാനിയുടെ തനി കൂടെ നീയൊക്കെ അറിയാൻ പോകുന്നതേ ഉള്ളൂ. കത്തി താഴെ വെക്കടാ, അമ്മ പറയട്ടെ. മക്കളെ, ഒരു ഇത്തിരി ചോറ് കഴിക്കടാ. നല്ല മട്ടീന്റെ കൂട്ടാനും മുരിങ്ങന ഉപ്പേരിയും ഉണ്ട്. പിന്നെ ഈ ദേവയാനി വക സ്പെഷ്യൽ അച്ചാറും. നീ വേഗം കൈ കഴിയിട്ട് വാ. അമ്മ പോയി 2-3 പപ്പടം കൂടെ കാച്ചി വെക്കാം. കഷ്ടം. ഇന്ന് ചേട്ടൻ പൊളിച്ചു. നിന്റെ അമ്മ കൊല മാസാടി. ഒന്ന് ചിരിക്ക് സാറേ. ചേട്ടനറിയാമോ എന്താ GST? നിങ്ങൾക്കറിയാമോ ഈ GST എന്താന്ന്? എന്റെ പൊന്നു സുഹൃത്ത്, നമ്മുടെ വീട്ടിൽ ഇതൊന്നും വാങ്ങിക്കാൻ മുടി മുറിക്കണോ? ഒന്ന് വരുമോ? അത് ഇവിടെ നടക്കത്തില്ല. വേണമെങ്കിൽ സ്ട്രോങ് ചായ തരാം. ഇനി ഇപ്പൊ റിസൾട്ട് അതിനുള്ള പണിയൊക്കെ ഉള്ളൂ. നീ പോയിട്ട് വാ. റിസൾട്ടോ? നിങ്ങളെന്താ പരീക്ഷ വല്ലതും എഴുതിയിട്ടുണ്ടോ? ഭാഗ്യം. പരീക്ഷ? ഓ, അതായിരുന്നോ? വാസുട്ടാ, എനിക്ക് തിരക്കുണ്ട്, ഞാൻ പോവാ. നീ പോയിട്ട് വാ. എടാ വാസു, നീ ലോട്ടറിയും ചുറ്റിപ്പറ്റി കിടക്കുന്നത് വല്ല പണി ചെയ്യാൻ നോക്കുന്നേ. 3 മണിയാകുമ്പോ വയറ്റിന്ന് വല്ലാത്തൊരാന്തല. കിട്ടുന്ന പൈസക്കെല്ലാം ലോട്ടറി ലോട്ടറി ലോട്ടറി. അതൊട്ടും ശരിയാവത്തില്ലേ വാസുട്ടി? ചിലപ്പോ ലോട്ടറി അടിച്ചാലോ? രക്ഷപ്പെട്ടില്ലേ? അടിക്കും അടിക്കും, അല്ല കടിക്കും. അത് വലിയൊരു പ്രതീക്ഷയാണ്. ഈ കടലും ഈ കായലും മറക്കാൻ പറ്റുന്നില്ലടോ ഒന്നും. സാർ ഇതെന്ത് ഭ്രാന്താണ് ഈ കാണിക്കുന്നതെന്നാ ഞാൻ ആദ്യം കരുതി. ഇത് ഭ്രാന്ത് തന്നെയാ, മത്ത് പിടിപ്പിക്കുന്ന ഭ്രാന്ത്. അതൊക്കെ വലിയൊരു കഥയാണ്. ഇവിടെ ജനവാസം കുറവായിരുന്നു. വെള്ളമില്ല, വെളിച്ചമില്ല, പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ല. ഇവിടുത്തുകാർക്കേ പുറത്തുനിന്ന് പെണ്ണ് പോലും കിട്ടാറില്ല. ഒരു കൊച്ചു വള്ളമാണ് അക്കരെ എത്താനുള്ള ഏക വഴി. കാറ്റും മഴയും വന്നാ അതുമില്ല. ഇപ്പൊ വല്ല സൂക്കേടും വന്നാ ഒരു രക്ഷയില്ല. അടുത്തൊരു വൈദ്യരുണ്ടായിരുന്നു. വലിയ അസുഖമൊക്കെ വന്നാൽ പെട്ടത് തന്നെ. ആരെങ്കിലും മരിച്ചാ ഇവിടെ ആൾതാമസമില്ലാത്തൊരു തുരുത്തുണ്ട്, അവിടെ കൊണ്ടുപോയി തള്ളും. എൻ്റെ അമ്മയും ജീവനോടെ കൊണ്ടുപോയി തള്ളിയതാ വസൂരി. പിന്നെ ഞാൻ ഈ നാട് വിട്ടു. ഒരുപാട് അലഞ്ഞു, നീണ്ട 25 വർഷം. സാർ ഇനി മുംബൈയിലേക്ക്? ഇല്ലടോ, ഞാനിനി ഇവിടെയൊക്കെ തന്നെ കാണും. ഇവിടെ ഒരു ചെറിയ ഓലപ്പുരം ഉണ്ടായിരുന്നു. കടലിനെയും കായലിനെയും സ്നേഹിച്ച് ഞാനും എൻ്റെ അമ്മയും
ചിലപ്പോ കലി കയറി കടൽ ഇങ്ങോട്ട് കയറി ഒരു വരവ് വരും.